ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് ഈ ഒരു ടി വി ചാനലിലും ഒരു ചാനലിലും അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സർവേ ഓരോരുത്തരും നടത്തി ന്യൂസ് അങ്ങോട്ട് വിടാൻ തുടങ്ങി. അപ്പോൾ ഏതാണ്ടൊരു 5-6 ദിവസം ഒരു 10 ദിവസത്തോളം മുമ്പ് മാതൃഭൂമി ചാനൽ ആദ്യം ഒരു സർവേ നടത്തി. അപ്പോൾ അന്നത്തെ സർവേയിൽ നിന്ന് വളരെ വിഭിന്നമാണ്. അപ്പോൾ അത് സർവേ നടത്തുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശം എന്തോ എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ചിരി വരും. ഞാനത് ചിരിക്കാറേ ഉള്ളായിരുന്നു. ഇന്നലെ അവസാനിക്കുന്ന കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് അടുത്ത സർവേ കാണിച്ചു. അപ്പം ഈ സർവേ എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെയിഞ്ചാണ്. അതേപോലെ തന്നെ വേറെ ചില ഈ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, അവരും സർവേയൊക്കെ നടത്തി. അപ്പോൾ ഈ സർവേകളെല്ലാം പരസ്പര വിരുദ്ധമാണ്. ഇങ്ങനെ ഈ സർവേ യഥാർത്ഥത്തിൽ നടത്താൻ സമ്മതിക്കാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ പറയുക, ഇത് നിഷ്പക്ഷമതികളായ വോട്ടർമാരുണ്ട് ഒരുപാട് പേര്. കാരണം അവർ നോക്കുമ്പോൾ അവർ പറയും ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇത് ഉപയോഗപ്പെടും. കാരണം ഒരു കാര്യമില്ലാതെ ഇന്നതുപോലെ കിട്ടും. ഞാൻ അന്നേരം ഇതിൻ്റെ റിസൾട്ട് ആദ്യമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വ്യത്യാസം, ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ് വന്നതാകെ. ഞാൻ കണക്കൂട്ടിട്ട് ഞാൻ പറഞ്ഞു. കാരണം ഇതൊരു ബലാബലം എന്നും പറഞ്ഞ് ഒരു 7-11 സീറ്റ് ബലാബലം, ബാക്കി 139 ഇല്ലയോ. അത് ഞാൻ 10 ബലാബലം ഉദ്ദേശിച്ചത്. കാരണം ഒന്നും മിണ്ടാൻ വെക്കാത്ത സ്ഥലം ബലാബലം. ബാക്കി 130 ഈ 65 ആണല്ലോ പകുതി വരുന്നത്. ഒരു 67 LDFനും ഒരു 63 UDFനുമായിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ ബലാബലവും എന്ന് വെച്ചാൽ LDFന് ഒരു മുൻതൂക്കം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ രീതിയിൽ തന്നെ കാണിച്ചേക്കാണത്. അത് എല്ലാ സീറ്റുകളും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. അതിന് മുഴുവൻ സർവേ എന്ന് പറയുന്ന ആ രീതിയിലാണ്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ, കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞാനത് പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞ, അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് അടുത്ത പണി വരുന്നത്. അപ്പോൾ ഈ 5 ദിവസം കൊണ്ട് ഇവർ 140 മണ്ഡലങ്ങളിലെയും ഒരു 20,000 പേരെ വെച്ച് പോയി കണ്ട് അവരുടെ അഭിപ്രായം എടുത്തു എന്നുള്ളതാണ് നേരിട്ട്. ഇത് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായത് ഇത്രയും കള്ളത്തരം പറയുന്നത്? പൊള്ളത്തരമല്ലേ ഇത് മുഴുവൻ? എന്നിട്ട് കോർ സർവേ ഞങ്ങൾ അങ്ങനെ നടത്തുന്നു, മറ്റേത് ഇങ്ങനെ നടത്തുന്നു, ഞങ്ങൾ വളരെ വിശ്വാസ്യത ഇപ്പോൾ കാണാം, ഇലക്ഷൻ കഴിയട്ടെ. പക്ഷേ ഇതല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് ചെയ്തേക്കുന്നത് ഈ ചാനലിന് പറ്റിയതല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു ചാനലായിരുന്നു അത്. അവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല അവർ ചെയ്തത്, നല്ലൊരു കാര്യമേ അല്ല. അഭിലാഷൊക്കെ നല്ല മാധ്യമപ്രവർത്തകനായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ആവശ്യമില്ലാതെ ഈ കോർ സർവേ എന്നും പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തി, അയാളൊക്കെ അങ്ങനെ ചെയ്തു, നിങ്ങളെങ്ങനെ കണ്ടു, മറ്റേത് കണ്ടു, ഞങ്ങൾ ഇത്രയും, അത് കാരണം ഞങ്ങൾ A ക്ലാസ് മണ്ഡലം, B ക്ലാസ് മണ്ഡലം, C ക്ലാസ്, അങ്ങനെ 6 ക്ലാസ്സായിട്ട് തിരിച്ചു. 6 ക്ലാസ് തിരിച്ചിട്ട് അതിനകത്തുനിന്ന് ആളുകളെ കണ്ടു ചോദിച്ചു. ആർക്കെങ്കിലും പറയാൻ പറ്റും ആരെ അടുത്തെങ്കിലും ഇവർ ചോദിച്ച വിവരം? മുഴുവൻ കള്ളത്തരമാണിത്. അത് ഈ ചാനലെന്നല്ല, ഇതിപ്പോൾ ഇവർ ഇങ്ങനെ കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന സർവേകളുണ്ടല്ലോ, ഇപ്പോൾ ചാണക്യ മുതൽ കാണുന്ന എല്ലാ സർവേകളും എല്ലാം ഇതുപോലാണ്. ഇത് ഏത് മനുഷ്യനും പറയാവുന്ന കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്നും പറയാൻ വെക്കാത്തടത്തും വളരെ നല്ല ഇത് വരുന്നുണ്ടെങ്കിൽ അവിടെ ടൈറ്റ് ഫൈറ്റ്, അത് ബലാബലം അത് പറയും. ഇപ്പോൾ ഇത് ഒരിടത്ത് ഇപ്പോൾ പൊന്നാനി എന്ന് പറയുന്ന പൊന്നാപുരം കോട്ടയാണ് എന്ന് പറഞ്ഞു. CPMൻ്റെ അവിടെ CPMന് വലിയ മേൽക്കൈ, അവിടെ സക്കീറോ മത്സരിക്കുന്ന, അതെ PSCയുടെ ചെയർമാനായിട്ടൊക്കെ ഇരുന്ന് ഇയാൾ മത്സരിക്കുന്ന മണ്ഡലം, അയാൾ അവിടെ ജയിക്കും. അയാൾ അവിടെ ജയിക്കുമെന്ന് വേറെ ഒരു മനുഷ്യരും പറയുന്നില്ല കേട്ടോ. കാരണം അയാളുടെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർക്ക് പോലും ഇയാളെ കണ്ടുകൂടാ എന്നാണ് പറഞ്ഞു കേട്ടത്. ആ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായതും അങ്ങനെയാണ്. ഏതായാലും ഇതാണ് വർത്തമാനം. ഈ രീതിയിൽ അങ്ങോട്ട് പോവുക. എന്നിട്ടിപ്പോൾ അയാൾ ജയിക്കും. അങ്ങനെ ജയിക്കും എന്ന് പറയുമ്പോൾ എന്തെന്നറിയോ,
യഥാർത്ഥത്തിൽ ബാക്കി എതിർഭാഗത്തിൻ്റെ ഒരു മനസ്സിടിയാനുള്ള ഒരു മാർഗം ഉണ്ടാവും. ഇത് വളരെ സൈക്കോളജിക്കലാണ് ഈ പരിപാടി. കാര്യം ഇപ്പോൾ എൽ ഡി എഫിന് മുൻതൂക്കം, നമ്മൾ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും വെയിലുമായിട്ട് കഷ്ടപ്പെട്ടാലും എൽ ഡി എഫ് തന്നെ കൊണ്ടുപോകുമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊരു തോന്നൽ പ്രവർത്തകർക്ക് വരും. അത് വരണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിക്കുന്ന പാർട്ടി കക്ഷിക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. ജനാധിപത്യ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. പക്ഷേ അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇത് വളരെ ഉപയോഗപ്പെടും. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാൻ നിൽക്കുന്ന ചില ആളുകളുണ്ട്, അവരെ കൊടുക്കണം. അവരുടെയും മനസ്സിനെ സ്വാധീനിക്കാനുള്ള ഒരു മാർഗമായിട്ടിത് മാറും. അപ്പോൾ ഇതിൽ അഭിലാഷ് തന്നെ പറയുന്നത് കേട്ടു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്ന് ഇത് തട്ടിക്കൂട്ട് സർവേ ആണെന്ന് പറഞ്ഞെന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് തട്ടിക്കൂട്ട് സർവേസ് എന്നല്ല പറഞ്ഞേ, പെയ്ഡ് സർവേ എന്നാണ് പറഞ്ഞേ, പൈസ വാങ്ങിക്കൊണ്ട് ചെയ്യുന്നെന്ന്. അത് ഞാൻ പറയുന്നില്ല. പക്ഷേ അഭിലാഷിൻ്റെ വാചകത്തിൽ തന്നെ പറയുന്ന തട്ടിക്കൂട്ട് സർവേ എന്ന് ഞാനും പറയും. കാരണം ഇത് ആർക്കും ഏത് പോലീസുകാരനും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത്. കാര്യം നേരത്തെ ഉള്ള ഇലക്ഷൻ്റെ റിസൾട്ടുകളൊക്കെ ഇവിടുന്ന് എല്ലാം കിട്ടും, അവൈലബിൾ ആണ്. അവിടെ എത്ര ആ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടിയിരുന്നു, മറ്റേത് എത്ര കിട്ടിയിരുന്നു എന്ന്. എന്നിട്ട് ഒരു ചെറിയൊരു ഊഹം, ഒരു പരിപാടികൾ അത് നോക്കുമ്പോൾ അവിടുത്തെ ട്രെൻഡ് ഇങ്ങനെ ആയിരിക്കും. ഇപ്രാവശ്യം സ്ഥാനാർത്ഥി മാറി വന്നു, കൊള്ളാം. അപ്പോൾ അത് ഈ രീതിയിൽ അങ്ങ് പറയാൻ പറ്റും വിളിച്ച്. അത് പറയാവുന്നതാ. ഇത് പറഞ്ഞെന്നും പറഞ്ഞ് ഇവരെ എന്താ തൂക്ക് കൊല്ലാൻ വിധിക്കുമോ? ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇത് പറയുന്നതിന് എതിരായിട്ട് ആയിപ്പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്നിട്ട് പറയും ജാമ്യം എടുക്കും, കൂടെ ജയിക്കുമെന്ന് പറയുന്നില്ല. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എന്നേ പറയാൻ ഒക്കുള്ളൂ. ഒരു മുൻതൂക്കം. ജയിക്കുമെന്ന് പറയത്തില്ല, അത് പറയാൻ ഒക്കത്തില്ല. കാരണം ഇനി അത് തെറ്റിപ്പോയാലോ, മൊത്തം തെറ്റിപ്പോയാലോ. ഈ രീതിയിലാണ് പോക്ക്. അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ച്. ഇത് വേറെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ സർവേയുമായിട്ട് നോക്കുമ്പോൾ വളരെ പരസ്പര വിരുദ്ധമാണ്. അവർ പറയുന്നത് പൊന്നാനിയിൽ UDF കാൻഡിഡേറ്റ് വലിയ മാർജിന് ജയിക്കുമെന്നാണ്. ഇവിടെ നേരെ മറിച്ച് LDF കാൻഡിഡേറ്റ് വലിയ മാർജിന് ജയിക്കുമെന്ന്. ഇതുപോലെ ഒരുപാട് മണ്ഡലങ്ങളുടെ കാര്യം ഈ രീതിയിൽ പറയുന്നുണ്ട്. ഇതൊന്നും വിശ്വാസ്യതയുള്ള കാര്യങ്ങളല്ല. ഇവരാരും നേരെ ചെയ്യുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് നമുക്ക് ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആയിട്ട് ഉപയോഗിക്കപ്പെടാം. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇലക്ഷൻ്റെ മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പാടുണ്ടോ എന്ന് ചിന്തിക്കണം. ഇത് ഓരോ സ്ഥാനാർത്ഥികൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു മുന്നണിക്കും വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ് ഈ നടത്തി വച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൻറ്റി ഇൻകംബൻസി ഉള്ള ഒരു സമയമാണിത് ഈ ഗവൺമെൻറ്റിനെതിരെ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം വളരെ വലിയ കാരണങ്ങളാണ് ഉള്ളത്. അപ്പോൾ ബിൽഡിംഗ് ടാക്സൊക്കെ, അതായത് ബിൽഡിംഗ് പെർമിറ്റിനൊക്കെ വേണ്ടിയുള്ള പണം കൂട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലാണ് ആ കൂട്ടിയേക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലായാലും പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലായാലും എല്ലാം തുടങ്ങി ഇലക്ട്രിസിറ്റി ചാർജ് 3 തവണ വർദ്ധിപ്പിച്ച് വളരെ മനുഷ്യന് താങ്ങാൻ പറ്റുന്നില്ല. ജീവിതഭാരം ആ രീതിയിലേക്ക് കൊണ്ടുപോയി. എല്ലാ സാധനങ്ങൾക്കും വലിയ വിലയായി. അതുപോലെ തന്നെ ഈ സപ്ലൈകോ ഓയിൽ ഒരു സാധനവും ഇല്ല. ജനങ്ങൾക്ക് വില നിലവാരം മാർക്കറ്റിൽ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും വലിയൊരു സംവിധാനമായിരുന്നു അത് മുഴുവൻ നശിപ്പിച്ചു. കാരണം കൊടുക്കാൻ പൈസയില്ല. പക്ഷേ ആ പൈസ ഇല്ലാത്തപ്പോഴും 227 കോടി രൂപ എടുത്ത് ഈ പരസ്യത്തിന് ചിലവാക്കാൻ കാശുണ്ട്. എന്നാൽ ആ പൈസയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷുവിൻ്റെ സമയത്തൊക്കെ ആൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ജീവിക്കാമായിരുന്നല്ലോ. അതില്ലാതായി. ഇപ്പോൾ അതില്ലാതായി, ഉറപ്പായിട്ട് ഇതില്ലാതായി. ഇതാണ് ഈ രീതിയിലാണ് പോക്ക്, കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇതേപോലെ കുറേ സർവേയും. ഇതിപ്പോൾ ഈ ചാനൽ ഇനിയും ഇവിടെ തന്നെ കാണുമല്ലോ. അപ്പം നമുക്കിത് കഴിയുമ്പോൾ നമുക്കറിയാം ഇതെന്തുവാണെന്ന്. ഏതായാലും ആളുകൾ വോട്ടിന് പോട്ടെ. വോട്ടർമാരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഇതൊന്നും കേട്ട് വഞ്ചിതരാകരുത്. നിങ്ങൾ LDFനെതിരെ വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കണം, മനസ്സിലാക്കണം അയാൾ എങ്ങനെയുള്ളവനാണെന്ന്. വെറും രാഷ്ട്രീയ കൊണ്ട് നടക്കുന്നവന്മാരുണ്ട്. ഒരു കാര്യമില്ല, അവർ രാഷ്ട്രീയ പ്രമാണം അതുകൊണ്ടങ്ങ് നടക്കുകയാണ്. രാഷ്ട്രീയം പൊക്കി പിടിച്ചോണ്ട് നടന്നാൽ വയറ് ഇറങ്ങുമോ?
ഇല്ലല്ലോ. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കി തരുന്ന ആരാണെന്ന് നോക്കണം. അയാൾ ജയിച്ചാൽ അയാൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും, അതിന് കൊള്ളാവുന്ന ആളാണ് എന്നുള്ള അങ്ങനെയുള്ള ആൾക്ക് വേണം വോട്ട് കൊടുക്കാൻ. ആളുകളെ നോക്കി വോട്ട് കൊടുക്കണം. രാഷ്ട്രീയം നോക്കണ്ട, വർഗം നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്, ഇതൊന്നും വേണ്ട. ഇത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ കൊള്ളാവുന്നവൻ ആരാണ് എന്ന് ഉള്ളത് നോക്കി കൊടുക്കണം. നിങ്ങളുടെ മനസ്സിനെ ഒന്നും ഇത് ബാധിച്ചു പോകരുത്. ഈ സർവേ, ഇങ്ങനെയുള്ള സർവേയിലൊന്നും കണ്ട് വഞ്ചിതയാകരുത്. സർവേ ഇവർ നടത്തട്ടെ, ഇലക്ഷൻ്റെ പിറ്റേന്ന് നടത്തട്ടെ, കാണിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അതിന് മുമ്പ് ഇത് കാണിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ വലിയ തെറ്റാണ്, ഗുരുതരമായ ഒരു പ്രശ്നമാണത്. അത് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് പെയ്ഡ് സർവേ എന്ന് പറയുന്നത് പോലെ ഞാൻ പറയുന്നില്ല. പക്ഷേ അഭിലാഷൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ തട്ടിക്കൂട്ട് സർവേ എന്ന് ഞാനും പറയും. ഇത് തട്ടിക്കൂട്ട് സർവേ തന്നെ ആയിരുന്നു. അത് മോശമായിപ്പോയി. മാതൃഭൂമിയെ പോലുള്ള ഒരു ചാനലിൽ പറ്റിയ കാര്യമായിരുന്നില്ല ഈ കാണിച്ചത്. പലരും എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് തട്ടിക്കൂട്ട് സർവേ ഒന്നും അല്ല സാറേ, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, ഇതൊരു പി ആർ വർക്കിൻ്റെ ഭാഗം തന്നെയാണ്, അവർക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുകയാണ്, അല്ലാതെ വേറൊന്നും അല്ല. കാരണം ഇതിപ്പോൾ വേറെ ഒന്നുമില്ലാതെ പോയി കിളിയടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ കണ്ടോ, സർവേ കണ്ടോ, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് വലിയ ആളാണ്, ഇരട്ട ചങ്കും 3 ചങ്കും ഒക്കെ ഉള്ള ആളുകളല്ലേ, അവർക്ക് പറയാനുള്ള ഒരു അഹംഭാവം കാണിക്കാനുള്ള ഒരു മാർഗം. സാരമില്ല, എത്ര നാൾ കാണിക്കാൻ പറ്റും? 9 തീയതി വരെ ഇലക്ഷൻ, അടുത്ത മെയ് 4 ആകുമ്പോൾ ഈ കാര്യം തീരുമല്ലോ, എല്ലാവരും വെളിയിൽ അറിയുമല്ലോ എന്താണെന്ന്. നടക്കട്ടെ, ഇരട്ട ചങ്കുള്ളവർ വരുന്നെങ്കിൽ വന്നോട്ടെ, അവർ ഇനിയും ചങ്കുകൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ട് പോയിക്കോട്ടെ. പക്ഷേ ഇല്ലാത്തവർ ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കണം. ഇതാണ് ഈ ഒരു രീതിയിൽ പി ആർ വർക്ക് എന്ന് പറയുന്നത് നടത്താൻ പാടില്ല. ചാനലുകൾ തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ പരസ്യം കൊടുക്കുന്നത് മനസ്സിലാവും, അത് നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടാണ്, പണം കിട്ടിയിട്ട്. പക്ഷേ ഇതേപോലുള്ള ടോട്ടൽ പി ആർ വർക്ക് എന്ന് പറയുന്നത് നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ അത് ശ്രീ വി ഡി സതീശൻ പറഞ്ഞതുപോലും ശരിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ. ഇത് തട്ടിക്കൂട്ട് സർവേ മാത്രമല്ല, ഇതൊരു പി ആർ വർക്കും കൂടാണ്, അതിന് സംശയം വേണ്ട.